സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 4ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിവെന്റീവ് മെഡിസിനെ കുറിച്ചാണ്. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഡെഫിനിഷൻ ആസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഡിക്കൽ പ്രാക്ടീസ് ദാറ്റ് എംഫസിസ് ഹെൽത്ത് പ്രൊമോഷൻ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്. ഓക്കെ, അതായത് ഒരു ഹെൽത്ത് പ്രൊമോഷനാണ്, അതുപോലെ തന്നെ ഡിസീസ് എന്താണ് അസുഖം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ, അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, it encompasses a wide range of interventions from lifestyle modification and health education to vaccination, സ്ക്രീനിങ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇന്റർവെൻഷൻസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഇൽനെസ്. അല്ലെ, ഇതുവഴി നമുക്ക് എങ്ങനെയാണ് നമുക്ക് വാക്സിനേഷൻ, സ്ക്രീനിങ്, എൻവയോൺമെന്റൽ ഇന്റർവെൻഷൻസ് എയിംഡ് എന്താണ്, നമ്മൾക്ക് എന്താണ് ആ ഒരു അസുഖത്തിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. അതായത് 19th 20th സെഞ്ചുറീസിൽ നമുക്ക് ഈ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പ്രിവെന്റീവ് മെഡിസിൻ, ദ ഡിസ്കവറി ഓഫ് ജേം, അതായത് അതിന് ജസ്റ്റ് ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. ലൂയിസ് പാസ്റ്റർ ആൻഡ് അതർ റിവലോയ്സ്ഡ് ആയിട്ടുള്ള ആളുകളിൽ ആണ് നമുക്ക് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകൾ, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻസ്, പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ്, അങ്ങനെയുള്ള സാനിറ്റൈസേഷൻ, വാക്സിനേഷൻ, ക്വാറന്റൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് പ്രിവെന്റീവ് മെഡിസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. പ്രിവെന്റീവ് മെഡിസിന്റെ പ്രിൻസിപ്പൽസ് അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ, പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, ഇത് നമ്മൾ യൂണിറ്റിന്റെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ഫസ്റ്റ് എന്താണ്? പ്രിവെന്റീവ് മെഡിസിൻ എംപ്ലോയ്സ് വേരിയസ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ. പിന്നെ പറയുന്നത് എന്താണ്? അത് നമ്മളുടെ എഫക്റ്റീവാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്താണ്, ഒരു അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകളിൽ നിന്നും പോപ്പുലേഷനെ മാക്സിമം പ്രിവെന്റ് ചെയ്യുക. അതിൽ വരുന്ന ഒരു അസുഖങ്ങളാണ് നമ്മുടെ പോളിയോ, ഇൻഫ്ലുവൻസിയ, അതുപോലെ COVID-19. ഇതൊക്കെ അതിന് നമ്മൾ വാക്സിനേഷൻ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്ക്രീനിങ്ങും ഏർലി ഡിറ്റക്ഷനും ആണ്. എങ്ങനെയാണ്? അതായത് സ്ക്രീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റിയിലെ ഇത്ര നാളുകൾ നമ്മൾ സ്ക്രീനിങ് ചെയ്ത് അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏർലി ഡിറ്റക്ഷൻ, ഈ ഒരു സ്ക്രീനിങ് വഴി നമുക്കത് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപേഷണൽ ഹെൽത്ത് ആണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻവയോൺമെന്റിലും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ചുറ്റിനുമുള്ള അസുഖങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ, എയർ പൊല്യൂഷൻ ഉണ്ടാവും, അതുപോലെ വെള്ളം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്താണ് അതിൻ്റെ ഹൈജീനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോളിസി ആൻഡ് അഡ്വക്കസി, അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിവെന്റീവ് മെഡിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻസ് ആണ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട്, ബിഹേവിയർ എന്താണ്, ചുറ്റുമുള്ള എൻവയോൺമെന്റൽ എങ്ങനെയാണ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളുടെ പോളിസീസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിവെന്റീവ് മെഡിസിന് ചാലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത് എന്താണ്, അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് പറയുന്നത് ഹെൽത്ത് ഇൻക്വാളിറ്റീസ് ആണ്. അതായത് നമ്മളുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്, ഇതൊക്കെ നമ്മളുടെ അൺഈക്വൽ ആയിട്ടുള്ള ഹെൽത്ത് ഔട്ട്കംസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് എന്താണ്? ചേഞ്ചിങ് ഹെൽത്ത് ബിഹേവിയർ, അതായത് ഒരു എന്താണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അതുപോലെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ പ്രിവെന്റീവ് മെഡിസിന് വരുന്ന ചാലഞ്ചസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം, അതിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്. പിന്നെ പറയുന്നത് എമർജിങ് ഇൻഫെക്ഷസ് ഡിസീസ് ആൻഡ് ഗ്ലോബൽ ഹെൽത്ത് ത്രെറ്റ്സ്. പിന്നെ പറയുന്നതാണ് ഹെൽത്ത് ലിറ്ററസി, അതേപോലെ തന്നെ അതിൻ്റെ അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ആ സെയിം സാധനം തന്നെയാണ്, റിപ്പീറ്റേഷനാണ് വരുന്നത് കേട്ടോ.
ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. അതായത് പ്രിവെന്റീവ് മെഡിസിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അഡ്വാൻസ്മെന്റ്, ടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി മോഡൽസ്, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചർ ഡയറക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിജിറ്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ ടെലിമെഡിസിൻസിൻ്റെ ആയിരിക്കും, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിനുകളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ആൻഡ് ബിഗ് ഡാറ്റാസ്, പിന്നെ പറയുന്നതാണ് ഇന്റർ ഡിസിപ്ലിൻസി കൊളാബറേഷൻസ്, അതുപോലെ ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഫ്യൂച്ചർ ഡയറക്ഷൻസിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി അതിൽ പറയുന്നത് ഒരു പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഇൻ കൺക്ലൂഷൻ പ്രിവെന്റീവ് മെഡിസിൻ കണ്ടിന്യൂസ് ടു ഇവോൾവ് ആസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് മോഡേൺ ഹെൽത്ത് കെയർ. അത് നമ്മളുടെ മോഡേൺ ഹെൽത്ത് കെയറിൽ നമ്മൾക്ക് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് പ്രിവെന്റീവ് മെഡിസിൻ എന്നത്. കാരണം അത് നമുക്ക് എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവെൻഷൻ, ഏർലി ഇന്റർവെൻഷൻ ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ചസ് ടു ഇംപ്രൂവിങ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ ഒരു മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അതിനനുസരിച്ച് നമുക്ക് ഏർലി ഡിറ്റക്ഷനും ഡിസീസിന്റെ പ്രിവെൻഷനും ഒക്കെ ഇതിന് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.